അങ്ങനെ നിതാൻ്റെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഡ്രസ് കോഡ് പച്ചയായിരുന്നു കേട്ടോ. ഇത്തവണയും ടപ്പിച്ചിനെ ക്രിസ്മസ് അപ്പൂപ്പനാക്കാൻ വേണ്ടി ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പോകുന്ന പോക്കിൽ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫോട്ടോസും വീഡിയോസും അവിടെ നിന്നായാലും എടുക്കാമല്ലോ എന്ന് കരുതി. എനിക്ക് വയ്യാത്ത കാരണം ആദ്യം പോകണ്ടെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. പിന്നെ തോന്നി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുമല്ലോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടോ. ബാങ്കിലെത്തിയപ്പോൾ ഓൾറെഡി തലേദിവസം അവർ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം വരെയുള്ള ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഡെക്കറേഷൻ മാത്രമല്ല, കേക്ക് കട്ടിങ്ങും പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ആവാറായ സമയത്ത് ടപ്പിക്കുട്ടിനെ ഞാൻ ഡ്രസ്സൊക്കെ ഇടിച്ചു കേട്ടോ. ഒരു കുഞ്ഞ് സാന്റാക്ലോസ് ആക്കിയിട്ട് അവർക്കിടയിലേക്ക് ഇറക്കി. സെലിബ്രേഷൻ കുറച്ചും കൂടി കളറാവട്ടെ എന്ന്. ഞാനിതിൻ്റെ ഫുള്ള് വീഡിയോസ് കവർ ചെയ്യാൻ വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോസിൽ. ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റ്സ് എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആരായിരിക്കും ഗിഫ്റ്റ് തരിക, എന്തായിരിക്കും ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. ടപ്പിക്കുട്ടൻ്റെ ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് മേടിച്ച സമയത്ത് അതിലൊരു കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ കണ്ണാടി എടുത്തു കേട്ടോ. അതിൽ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു താടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ താടി വെച്ചിട്ടുള്ള മേക്ക് ഓവറാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ 2025 ഈ ഒരു ക്രിസ്മസും കൂടി കടന്നു പോവുകയാണ് കേട്ടോ. പുതിയൊരു വർഷത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഒരുപാട് കാത്തിരിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആവാറായിട്ടോ. ടേബിളെല്ലാം സെറ്റ് ചെയ്ത് അവർ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ കുഞ്ഞിസാൻ്റെ ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട് കേട്ടോ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിസാൻ്റെനെയും കൂട്ടിയിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. ഇനി അടുത്ത പരിപാടി ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ടപ്പിക്കുട്ടനാട്ടോ. കണ്ടില്ലേ, ഭയങ്കര സന്തോഷമായിട്ടോ മൂപ്പർക്ക്. അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിതേട്ടൻ കിട്ടിയ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കാണ്. വീട്ടിൽ പോയിട്ട് നോക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരെല്ലാവരും പറഞ്ഞു എല്ലാവരും അവിടെ വെച്ച് തന്നെ തുറന്ന് നോക്കിയിട്ടാണ് പോണേന്ന്. അങ്ങനെ കിട്ടിയ ഗിഫ്റ്റൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാലവും ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. 2026 എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു.